ഗാസയിൽ ഒടുവിൽ സമാധാനം നിറയുന്നു. ഗാസ വെടിനിർത്തൽ കരാറിൻ്റെ ആദ്യഘട്ടം പ്രാബല്യത്തിൽ വന്നു. ഈജിപ്തിലെ കെയ്റോയിൽ നടന്ന ചർച്ചയിൽ ആദ്യഘട്ട കരാർ ഇസ്രായേലും ഹമാസും അംഗീകരിച്ചു. ഗാസയിലെങ്ങും ആഹ്ലാദ പ്രകടനങ്ങൾ നടക്കുന്നതായി മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്തു. പലസ്തീൻ പ്രാദേശിക സമയം 12 മണിയോടെയാണ് ഗാസയിൽ വെടിനിർത്തൽ പ്രാബല്യത്തിൽ വന്നത്. തിങ്കളാഴ്ചയോടെ ഇസ്രായേൽ ബന്ദികളെ വിട്ടയക്കും. അതിനു മുമ്പേ ഗാസയിൽ നിന്ന് ഇസ്രായേൽ സൈന്യം പിന്മാറി തുടങ്ങും. കരാറിൻ്റെ ആദ്യഘട്ടത്തിൽ ബന്ദിമോചനത്തിന് പകരമായി ഇസ്രായേലിൽ നിന്ന് പലസ്തീൻ തടവുകാരെ മോചിപ്പിക്കും. മോചിതരാകുന്നവരിൽ പലസ്തീനിലെ 4 മുൻനിര നേതാക്കളും ഉണ്ടെന്നാണ് മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നത്. ഇസ്രായേലിൽ ജീവപര്യന്തം തടവ് ശിക്ഷ നേരിടുന്ന നേതാക്കളാണ് മോചിതരാകുന്നതെന്നാണ് റിപ്പോർട്ടുകൾ. ഫതക് നേതാവ് മർവാൻ ബർഗൂദി ഉൾപ്പെടെയുള്ള നേതാക്കളാണ് മോചിതരാകുന്നതെന്നാണ് റിപ്പോർട്ടുകളിൽ പറയുന്നത്. പലസ്തീൻ നേതാവ് മഹ്മൂദ് അബ്ബാസിൻ്റെ പിൻഗാമിയാകാൻ സാധ്യതയുള്ള നേതാവാണ് ഫഹദ് നേതാവ് മർവാൻ. പോപ്പുലർ ഫ്രണ്ട് ഫോർ ദ ലിബറേഷൻ ഓഫ് പലസ്തീൻ നേതാവ് അഹമ്മദ് സാദത്ത്, ഹമാസ് നേതാക്കളായ ഇബ്രാഹിം ഹാമിദ്, ഹസൻ സലാമ എന്നിവരും മോചിതരാകുന്നവരുടെ ലിസ്റ്റിലുണ്ട്. വെടിനിർത്തൽ ആരംഭിച്ച് 72 മണിക്കൂറിന് ശേഷം 20 ബന്ദികളെയാണ് ഇസ്രായേൽ മോചിപ്പിക്കുക. ഇതിന് പകരമായി 2000 പലസ്തീൻ തടവുകാരെ ഇസ്രായേൽ മോചിപ്പിക്കും. വെടിനിർത്തൽ ചർച്ചകളുടെ ഭാഗമായി വിട്ടയക്കുന്ന ബന്ദികളുടെയും മോചിപ്പിക്കേണ്ട പലസ്തീൻ തടവുകാരുടെയും പട്ടിക ഹമാസ് കൈമാറിയിരുന്നു. മരിച്ച ബന്ദികളുടെ മൃതദേഹങ്ങൾ ഇസ്രായേൽ സൈന്യം ഗാസയിൽ നിന്ന് പിന്മാറുന്ന മുറയ്ക്ക് വിട്ടു നൽകും. ഇസ്രായേലുമായി സംഘർഷം അവസാനിപ്പിക്കാൻ മധ്യസ്ഥത വഹിച്ചതിന് മധ്യസ്ഥർക്കും US പ്രസിഡന്റ് ട്രംപിനും ഹമാസ് നന്ദി പറഞ്ഞു. ഗാസയിലെ യുദ്ധം അവസാനിപ്പിക്കാനും ഇസ്രായേൽ സൈന്യത്തെ ഗാസയിൽ നിന്ന് പിൻവലിക്കാനും കരാറിൽ വ്യവസ്ഥയുണ്ടെന്ന് ഹമാസ് അറിയിച്ചു. പലസ്തീൻ ജനതയുടെ സ്വാതന്ത്ര്യവും സ്വയം നിർണയാവകാശവും സംരക്ഷിക്കുമെന്നും ഹമാസ് വ്യക്തമാക്കി. ട്രംപിൻ്റെ ബന്ദി കൈമാറ്റ പ്രഖ്യാപനത്തിന് പിന്നാലെയാണ് ഹമാസിൻ്റെ പ്രസ്താവന വന്നത്. US നിർദ്ദേശിച്ച 20 ദിന ഗാസ സമാധാന പദ്ധതിയുടെ ആദ്യഘട്ടം ഇസ്രായേലും ഹമാസും അംഗീകരിച്ചെന്ന് ട്രംപ് സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമായ ട്രൂത്ത് സോഷ്യലിലാണ് കുറിച്ചത്. കരാർ പ്രകാരം ബന്ദികളെയെല്ലാം ഹമാസ് ഉടൻ മോചിപ്പിക്കുമെന്ന് ട്രംപ് പ്രഖ്യാപിച്ചു. ഈ ആഴ്ച ഈജിപ്റ്റ് സന്ദർശിച്ചേക്കുമെന്നും ട്രംപ് പറഞ്ഞു. അറബ് മുസ്ലിം ലോകത്തിനും ഇസ്രായേലിനും ചുറ്റുമുള്ള എല്ലാ രാജ്യങ്ങൾക്കും അമേരിക്കൻ ഐക്യനാടുകൾക്കും ഇതൊരു മഹത്തായ ദിവസമാണ്. ഞങ്ങളോടൊപ്പം പ്രവർത്തിച്ച ഖത്തർ, ഈജിപ്റ്റ്, തുർക്കി എന്നീ രാജ്യങ്ങൾക്ക് നന്ദി പറയുന്നു, ട്രംപ് സോഷ്യൽ മീഡിയയിൽ കുറിച്ചു. പിന്നാലെയാണ് പ്രസ്താവനയുമായി ഹമാസ് എത്തിയത്. വെടിനിർത്തൽ പൂർണ്ണമായി നടപ്പിലാക്കുന്നുണ്ടെന്ന് ഉറപ്പാക്കാൻ ട്രംപിനോടും മധ്യസ്ഥത വഹിക്കുന്ന രാജ്യങ്ങളോടും ആവശ്യപ്പെട്ടുവെന്നും ഹമാസ് അറിയിച്ചു.